നിങ്ങൾ മാസ്റ്റർ ചെയ്യേണ്ട നമ്പർ 1 സ്കിൽ എന്താണെന്ന് അറിയോ? ഇറ്റ് ഈസ് ഇമോഷണൽ റെഗുലേഷൻ. അതായത് നമ്മൾ അധിക സിറ്റുവേഷൻസിലും എല്ലാം ഇമോഷൻ ബേസ് ആയിട്ടാണ് നമ്മൾ ആക്ട് ചെയ്യുക. കാരണം ഹ്യൂമൻസ് ആണ്, എല്ലാം ഇമോഷൻ ആണ്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം ഈ ഇമോഷൻ നല്ല ഹൈ ആയിരിക്കും. അതിനനുസരിച്ച് നമ്മൾ റിയാക്ട് ചെയ്യും. എക്സാമ്പിൾ ഈസ് നമ്മൾ സന്തോഷം കൂടിക്കഴിഞ്ഞാൽ എന്തെല്ലോ ചെയ്യുമല്ലോ. സന്തോഷം ഓവർ ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും മണ്ടത്തരം ചെയ്ത് നമ്മൾ കഴപ്പ് എന്ന് വിളിക്കണം. അവര് കഴപ്പന്നെ. അല്ലെങ്കിൽ അത് ഓവർ ആ സിറ്റുവേഷനിൽ ഹൈ ആയി സന്തോഷമായി പിന്നെ ഒച്ചണ്ടാക്കി എന്തെങ്കിലും മണ്ടത്തരം ചെയ്ത് ലാസ്റ്റ് കഴപ്പാണെന്തെങ്കിലും പണി കിട്ടും. അതൊക്കെ അപ്പോ അത് ആ ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാത്തോണ്ടാ. ഹൈ ആകുമ്പോ എന്തെങ്കിലും എന്തോ ഒരു പോയിന്റിൽ എത്തി, ലൈഫിൽ ഏതോ സക്സസിൽ ഏതോ പോയിന്റ് എത്തി, നിങ്ങളെ സന്തോഷം ഹൈ ആയി. അപ്പൊ നിങ്ങൾ യു വിൽ ബി ലൈക്ക് എന്ത് ചെയ്യാ ഒരു ഒരു പമ്പ് കിട്ടും. സോ അത് റെഗുലേറ്റ് ചെയ്യാൻ പഠിക്കുക, ഇമോഷൻ റെഗുലേഷൻ. ഇറ്റ്സ് എ റിയലി ഹാർഡ് സ്കിൽ ടു ലേൺ. പക്ഷെ അത് മാസ്റ്റർ ഇറ്റ്സ് നമ്പർ 1 ഇമ്പോർട്ടൻറ്റ് സ്കിൽ. കാരണം നമ്മളെ എല്ലാ ആക്ഷനും നമ്മളെ എല്ലാ ആക്ടിവിറ്റീസിലും ഒരു ഇമോഷൻ അവിടെ ഉണ്ടാവും. അതൊന്നിക്കിൽ നല്ല ഹൈ ആയിരിക്കും, അതിനനുസരിച്ച് നമ്മൾ റിയാക്ട് ചെയ്യും. അല്ലെങ്കിൽ ഒന്നിക്കിൽ നല്ല ഡൗൺ ആയിരിക്കും, അതിനനുസരിച്ച് റിയാക്ട് ചെയ്യും. അപ്പൊ സിറ്റുവേഷൻ അനുസരിച്ചല്ല നമ്മൾ റിയാക്ട് ചെയ്യുക, ഇമോഷൻ അനുസരിച്ചാണ് നമ്മൾ റിയാക്ട് ചെയ്യുക. അപ്പൊ ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാന്ന് പറയുന്ന സ്കിൽ ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അത് നമ്മൾക്ക് എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമേ ആ സ്കില്ല് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ടേക്സ് ടൈം. പക്ഷെ ടൈം എടുത്താലും ആ സ്കിൽ എന്ന് പറയുന്നത് റിയലി ഇമ്പോർട്ടൻറ്റ് സ്കില്ലാണ്.